ഏകദേശം ഒരു 4 മാസത്തോളം ഒരു വണ്ടിയിൽ ഫുൾ ഡ്രിഫ്റ്റിങ്ങും അതും ഇതും. പിന്നെ ഇതിന്റെ എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ മമ്മൂക്കയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മമ്മൂക്കയുടെ കൂടെയാണ് ഡ്രിഫ്റ്റ് ചെയ്ത് നേരെ ഇടിച്ചു ബാക്കില്. എന്നിട്ട് ബാക്ക് ഗ്ലാസ് പൊട്ടി. മനസ്സിലായില്ല ഗ്ലാസ് പൊട്ടിയത്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബാക്ക് ഗ്ലാസ് ഇല്ല, ഫുൾ ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുക. എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോഴും ഞാൻ വണ്ടിയുടെ ഉള്ളിലാണെന്ന് തോന്നും. ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി സ്വപ്നം കാണുന്നത് ഫുൾ ക്യാമറ, ആക്ഷൻ, വണ്ടി, റൂം, ആക്സിഡന്റ്, അത് ഇത് ഫുൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയാ സ്വപ്നം കാണുന്നത്. വില്ലന് കൊടുത്തേക്കുന്ന മ്യൂസിക്, വില്ലന് കൊടുത്തേക്കുന്ന ഇൻട്രോസ്, വില്ലൻ എല്ലാ സ്ഥലത്തും വരുമ്പോൾ കിട്ടുന്ന ഒരു ബിൽഡപ്പ് ഇല്ലേ, അത് പൊളിച്ചിട്ടുണ്ട്. വില്ലൻ വരുമ്പോ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വരും. രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ആക്ടർ ഇസ് എ ബ്രില്യന്റ് ആക്ടർ, ഭയങ്കര അടിപൊളി ആക്ടറാണ്. അപ്പൊ ആളുടെ പെർഫോമൻസസ് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ഇപ്പൊ പെർഫോമൻസ് മാത്രം കയറി നിന്നിട്ട് അതിന് കോംപ്ലിമെന്റ് ചെയ്യണ മ്യൂസിക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസും താന്ന് നിൽക്കും. ഈ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ചില സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ തന്നെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ സാധനം ടെമ്പോ എന്ന് പറയുന്നത് 2 ഷോട്ടാണോ 3 ഷോട്ടാണോ 4 ഷോട്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഐഡിയ ഇല്ല എവിടെയാ വരുന്നത്, എന്തെങ്കിലും ഇങ്ങനെ ആയിരിക്കും. ടർബോയുടെ വിജയവിശേഷങ്ങളുമായിട്ട് ആമിന നിജാമാണ് നമുക്കപ്പോൾ ഉള്ളത്. ഹായ് ആമിന. ഹായ്. ടർബോ പൊളിക്കുകയാണ്, മമ്മൂക്ക വേറെ ലെവൽ. റെസ്പോൺസ് എങ്ങനെയുണ്ട്? റെസ്പോൺസ് എനിക്ക് കിട്ടുന്നതൊക്കെ നല്ല റെസ്പോൺസ് ആണ്. ഒരുപാട് കോൾസും മെസ്സേജസും ഒക്കെ വന്നു. ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നല്ല രീതിയിൽ നല്ല റെസ്പോൺസ് കിട്ടി. അപ്പം എനിക്ക് അതാണ് സന്തോഷം. പിന്നെ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും ഓഡിയൻസിന്റെ റെസ്പോൺസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഞാൻ ഭാഗമായിട്ടുള്ള ഇത്രയും ഒരു വലിയൊരു കമേഴ്ഷ്യൽ പടം ഞാനിങ്ങനെ വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ന്യൂ എക്സ്പീരിയൻസ്. മിഥുന്റെ 5-ാം പാതിരയിൽ കുറച്ചുണ്ടായിരുന്നു. അതെ അതെ, 5-ാം പാതിരയിലാണ് ശരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. ഞാൻ നായികൻ എന്ന് പറയുന്ന ആക്ടിംഗ് റിയാലിറ്റി ഷോയിലായിരുന്നു ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന മിഥുൻ ചേട്ടന്റെ 5-ാം പാതിരയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പ്രോമിനന്റ് ആയിട്ട് ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ റോള് ചെയ്യുന്നത് ഇതാണ്. എന്തായാലും ക്യാരക്ടർ ചെറുതാണെങ്കിലും അവിടെ പ്ലേസ് ചെയ്തിട്ട് അത് കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ഇത്രയും വലിയൊരു സിനിമയിൽ കിട്ടുന്നത് എന്തായാലും വലിയൊരു അപ്രീസിയേഷൻ ആണ്. പിന്നെ അത് എനിക്ക് തോന്നുന്നു എന്താണ്, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. അതെ, ഇപ്പോൾ നിരഞ്ജനയ്ക്ക് വലിയ റോള് അതിനകത്ത് ഇല്ല, പക്ഷെ അവരുടെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സിലും ഉണ്ട്. ക്ലൈമാക്സിൽ ആ കാറിനകത്ത് ഒരു നല്ല ഷോട്ട്, എഡിറ്റർ നമ്മൾ പ്രത്യേകം പറയണം കേട്ടോ. അതായത് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ ക്രിസ്റ്റോ അടിപൊളിയായിട്ട് സാധനം ചെയ്തിട്ടുണ്ട്, ഷമീർ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, വിഷ്ണു ശരിക്കും അതിനകത്ത് ക്യാമറ എങ്ങനെയൊക്കെ ചെയ്യാമോ അതിൻ്റെയൊക്കെ സാധ്യത ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ക്ലൈമാക്സിൽ ആ കാറിൻ്റെ സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരുപാട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നോ? പിന്നെ ഒരുപാട്, നമുക്ക് ഏകദേശം മൊത്തത്തിൽ 150 ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4 മന്ത്സോളം നമ്മൾ ഇത് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ മൊത്തം ഷൂട്ട് 4 മന്ത്സ് അങ്ങനെ പോവുമായിരുന്നു. കാറിന്റെ സീക്വൻസസ് ഏകദേശം എന്നും നമ്മളെ കാറിന്റെ സീക്വൻസസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഭയങ്കര കാർ ഫാൻ അല്ല, കാർ ക്രേസ് ഉള്ള ആളല്ല. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ഡ്രിഫ്റ്റിംഗ് ഒക്കെ ശരിക്കും ഞാനൊരു കാറിന്റെ അകത്തിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ആൾക്കാരും മറ്റേ ഈ യൂട്യൂബ് കുറച്ച് വീഡിയോസിലാണെങ്കിലും, പിന്നെ എൻ്റെ തന്നെ കുറെ കസിൻസും ഉണ്ട് ഇങ്ങനെ കുറെ കാർ പ്രാന്ത് അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നു. അവരിങ്ങനെ മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഇതൊക്കെ കാണും യൂട്യൂബിലും അവിടെ ഇവിടെ ഒക്കെ. പിന്നെ ഈ ചില വണ്ടികളിൽ ഇങ്ങനെ എക്സോസ്റ്റ് ഉണ്ടാവുമല്ലോ, തീ വരുന്ന എക്സോസ്റ്റ്, സൗണ്ട് വരുന്ന എക്സോസ്റ്റ്. ഞാൻ വട്ടാണെന്ന് തോന്നി ഇവർക്കൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഞാനാണ് ഏകദേശം ഒരു 4 മാസത്തോളം ഒരു വണ്ടിയിൽ ഫുൾ ഡ്രിഫ്റ്റിങ്ങും അതും ഇതും. പിന്നെ ഇതിന്റെ എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ മമ്മൂക്കയാണ് ഇതൊക്കെ ചെയ്യുന്നത്, മമ്മൂക്കയുടെ കൂടെയാണ്. അപ്പൊ ഐ വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ്, എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഭാഗമാകാൻ പോകുന്ന ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നല്ലതായിരുന്നു. ശരിക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ പിന്നെ ശരിയായിരുന്നു. ആദ്യത്തെ ദിവസം ഞാൻ കുറച്ച് പേടിച്ചാണ് ഇരുന്നത്. പിന്നെ ചെറുതായിട്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിൽ മറ്റേ മരത്തി ഇടിച്ചു. എവിടെയോ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക് എവിടെയോ പോയപ്പോഴോ എന്തോ പെട്ടെന്ന് ബാക്ക് ഗ്ലാസ് പൊട്ടി, ബാക്കിൽ ഇടിച്ചിട്ട്. അപ്പൊ ഞാനും ബിന്ദു ചേച്ചിയായിരുന്നു ആ സീനിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഫേസിന്റെ ഫ്രണ്ടിൽ തന്നെ ക്യാമറ കൊണ്ട് വെച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ റിയാക്ട് ചെയ്യാൻ, നമ്മുടെ റിയാക്ഷന് വേണ്ടിയിട്ട് ഡ്രിഫ്റ്റ് ചെയ്തതായിരുന്നു. അപ്പൊ ഇത് പോയി ഡ്രിഫ്റ്റ് ചെയ്ത് നേരെ ഇടിച്ചു ബാക്കില്. എന്നിട്ട് ബാക്ക് ഗ്ലാസ് പൊട്ടി. ഗ്ലാസ് വീണത് മറ്റേ നമ്മുടെ ബാക്ക് സീറ്റിന്റെ ബാക്കിലും ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെ 2 സൈഡ് സീറ്റ് ഉണ്ടാവുന്ന അങ്ങനെ ഒരു സ്പേസ്, ബ്ലാങ്ക് സ്പേസ് ഉണ്ടാവുമല്ലോ. ഭാഗ്യത്തിന് അങ്ങനത്തെ വണ്ടി ആയത് കാരണം അങ്ങോട്ടാണ് ഗ്ലാസ് വീണത്. അപ്പൊ നമുക്കറിയത്തില്ല ഇത് കൊറിയോഗ്രാഫ്ഡ് ആണോ അതോ ഇസ് ഇറ്റ്
പാർട്ട് ഓഫ് ദിസ് തിങ് ഓർ ഇത് ഇങ്ങനെ സംഭവിച്ചാണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ ശരിക്കും പേടിച്ചു. അപ്പൊ ആ പേടി കിട്ടി. എന്നിട്ട് നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംഭവിച്ചെന്നുള്ള രീതിയിൽ നോക്കി. നമുക്ക് മനസ്സിലായില്ല ഗ്ലാസ് പൊട്ടിയത്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ബാക്ക് ഗ്ലാസ് ഇല്ല, ഫുൾ ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുക വളഞ്ഞ് ഇതിന്റെ ഉള്ളിൽ. എന്നിട്ട് ഫുൾ ഇങ്ങനെ കുപ്പിച്ചല് പോലെ ഇത് മൊത്തം അങ്ങനെ. അപ്പൊ അത് എനിക്കൊന്ന് സെക്കൻഡ് ഡേ സംതിങ് ആണ് ഉണ്ടായത്. അപ്പൊ ശരിക്കും പേടിച്ചു. പക്ഷെ പിന്നെ അതിന് ശേഷം നമുക്ക് പിന്നെ യൂസ് ടു ആയി. പിന്നെ എങ്ങനെയായിരുന്നു അറിയോ, നമ്മള് ഈ ചില സമയത്ത് നീന്തൽ പഠിക്കാൻ പോകുന്ന സമയത്ത് നീന്തലൊക്കെ നമുക്ക് വെള്ളത്തിൽ കുറെ നേരം കിടന്നിട്ട് പിന്നെ നമ്മള് കരയിലിരിക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ലേ നമ്മളിങ്ങനെ വെള്ളത്തിൽ, അതുപോലെ എനിക്ക് ചുമ്മാ ഇരിക്കുമ്പോഴും ഞാൻ വണ്ടിയുടെ ഉള്ളിലാണെന്ന് തോന്നും. ഈ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പിന്നെ രാത്രി സ്വപ്നം കാണുന്നത് ഫുൾ ക്യാമറ, ആക്ഷൻ, വണ്ടി, റൂം, ആക്സിഡന്റ്, അത് ഇത് ഫുൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയാ സ്വപ്നം കാണുന്നത്. നമുക്ക് ഇങ്ങനെ ലൈറ്റ്, വണ്ടിയുടെ ലൈറ്റ്, അത് ഇത് ഇങ്ങനെ ഫുൾ അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ അത് ആ ടേബോ എഫക്റ്റ് ആണ് ശരിക്കും അത്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയം അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ്, ബിക്കോസ് എനിക്ക് യൂസ് ടു അല്ലല്ലോ, എനിക്ക് അറിയില്ലല്ലോ ഇത്. അപ്പൊ ചിലപ്പോ എനിക്ക് മാത്രമായിരിക്കും. ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ബിന്ദു ചേച്ചി ഇങ്ങനെ പറഞ്ഞു വന്ന് ഇത് മൊത്തം സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാത്രമല്ല, ആ വണ്ടിയിലിരുന്ന എല്ലാവർക്കും ഏകദേശം, എനിക്കും ബിന്ദു ചേച്ചിക്കും ഒക്കെ നമ്മള് ഉറക്കത്തില് സ്വപ്നം കാണുന്ന ഇതൊക്കെയാ. വണ്ടി ഇടിക്കാൻ വരുന്നു, ഫുൾ ലൈറ്റ്സ്, വണ്ടിയുടെ അകത്തിരിക്കുന്ന പോലെ എപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. അത്രയായിരുന്നു ശരിക്കും. എന്തായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചത്? ഞാൻ ചോദിച്ചത് കുഴപ്പമില്ല. കണ്ണൂർ സ്കോഡ് കാണുന്ന സമയത്ത് എനിക്ക് ഈ ചേസിങ് കുറവായിട്ടുണ്ടായിരുന്നു അതിനകത്ത് കണ്ണൂർ സ്കോഡിൽ. അപ്പൊ എടുത്തത് പോലും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് കണ്ടപ്പോഴത്തേക്കാണ് ഒരു സന്തോഷമായത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ചേസിങ്ങും സാധനങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നോക്കിയപ്പോ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഗംഭീരമാണെന്ന് തോന്നുന്ന കുറേ സംഗതികളുണ്ട്. ക്യാരക്ടേഴ്സിലേക്ക് പോയാൽ ശരിക്കും രാജ്ബി ഷെട്ടി ആണ് നമ്മുടെ ഇതിനകത്തൊരു സ്റ്റാർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സുല്ലുണ്ട്, പക്ഷേ എങ്കിലും അയാളുടെ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്ന കുറച്ച് വേറൊരു ഡിഫറെന്റ് ജോണറിലാണ്. പക്ഷേ വില്ലന് കൊടുത്തിരിക്കുന്ന മ്യൂസിക്, വില്ലന് കൊടുത്തേക്കുന്ന ഈ ഇൻട്രോസ്, വില്ലൻ എല്ലാ സ്ഥലത്തും വരുമ്പോൾ കിട്ടുന്ന ഒരു ബിൽഡപ്പ് ഇല്ലേ, അത് പൊളിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറിന് പ്രത്യേക നന്ദിയുണ്ട് കേട്ടോ, വില്ലനെ ഇത്രയും വലിയ വില്ലനാക്കിയത്. അത് കണ്ടപ്പോൾ, തിയേറ്ററിൽ കണ്ടപ്പോൾ എന്താ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു ആക്ടർ, ആ വില്ലൻ, അധികം സ്പോയിലർ ആവാതെ പറയാം നമുക്ക്. അതെന്തായാലും രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ആക്ടർ ഇസ് എ ബ്രില്യന്റ് ആക്ടർ. ഭയങ്കര അടിപൊളി ആക്ടറാണ്. അപ്പൊ ആളുടെ പെർഫോമൻസസ് നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ഇപ്പൊ പെർഫോമൻസിനെ കോംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മ്യൂസിക് ഇല്ല. ഇപ്പൊ പെർഫോമൻസ് മാത്രം കയറി നിന്നിട്ട് അതിനെ കോംപ്ലിമെന്റ് ചെയ്യണ മ്യൂസിക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസും താന്ന് നിൽക്കും. ഈ പറഞ്ഞ പോലെ ആക്ച്വലി പെർഫോമൻസ് സാറിന് ഭയങ്കര നല്ലതാണ് രാജ്ബി ഷെട്ടിയുടെ. അതല്ലാതെ അത് കോംപ്ലിമെന്റ് ചെയ്തത് ഈ മ്യൂസിക് തന്നെയാണ് ഓഫ് കോഴ്സ്. അപ്പൊ ക്രിസ്റ്റോ സേവിയർ എന്ന് പറയുന്ന മ്യൂസിക് പുള്ളി ചെയ്തത് സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും അത് നല്ല രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തിയേറ്ററിൽ നമുക്ക് ആ എഫക്റ്റ് ശരിക്കും കിട്ടും. ആ വില്ലൻ വരുമ്പോ നമുക്ക് ശരിക്കും ഗൂസ് ബംസ് വരും. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് ബോത്ത് രണ്ടുപേരും നല്ല രീതിയിൽ വർക്ക് ചെയ്തത് കാരണമാണ്. പെർഫോമൻസ് നല്ലതായിരുന്നു, അതുപോലെ മ്യൂസിക് ചെയ്തതും അടിപൊളിയായിട്ട്. പിന്നെ ഇപ്പൊ വില്ലന്റെ മ്യൂസിക് മാത്രമല്ല, മൊത്തത്തില് ഫൈറ്റിന്റെ മ്യൂസിക് ആണെങ്കിലും മമ്മൂക്കയുടെ ഇതിന്റെ ഭാഗങ്ങളുടെ മ്യൂസിക് എല്ലാ ഇതിന്റെയും അടിപൊളിയായിരുന്നു. അപ്പം രണ്ടുപേരും ഇൻഡിപെൻഡന്റ്ലി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദ ഔട്ട്പുട്ട് വാസ് വെരി ഗുഡ്. ഇപ്പൊ മമ്മൂക്കയുടെ പ്രസൻസ് നമ്മൾ പ്രത്യേകം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, പ്രേക്ഷകരൊക്കെ അത് വിലയിരുത്തി കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമ്മൾ ബിന്ദു പണിക്കരുടെ ക്യാരക്ടർ ഉണ്ട്, അതേപോലെ അഞ്ജന ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ആ അഞ്ജന ക്യാരക്ടറിന് കുറച്ചൊരു ബോൾഡ്നെസ് ഉണ്ട്. കാരണം ഈ പുള്ളിയുടെ ക്യാരക്ടറിനെ കൂടെ ചില സ്ഥലത്തൊക്കെ ബോൾഡായിട്ട് നിർത്തേണ്ടതും കുഴപ്പത്തിൽപ്പെടുത്തേണ്ടതൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് അത്തരം ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിരഞ്ജന ചെയ്ത ക്യാരക്ടറും നിങ്ങൾ ചെയ്ത ക്യാരക്ടറും ഒക്കെ രസമായിട്ട് വരുമ്പോഴും ഇത് കുറച്ചുകൂടെ പോർഷൻ കൂടുതലുള്ള ക്യാരക്ടേഴ്സാണ്, കുറച്ചുകൂടെ ലിഫ്റ്റ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സാണ്. അവരുടെ ക്യാരക്ടേഴ്സ് കണ്ടപ്പോൾ എന്താണ് പ്രത്യേകിച്ച് ബിന്ദു പണിക്കരും അഞ്ജനയും ചെയ്തിരിക്കുന്നത്? ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പൊ ബിന്ദു ചേച്ചിയുടെ കാര്യത്തിൽ ഇതുവരെ പുള്ളിക്കാരി ചെയ്തിട്ടില്ലാത്ത ഒരു തരം ക്യാരക്ടറാണ് ഇത്. ബിക്കോസ് ഇങ്ങനെ ഒരു മറ്റേ വൈബ് അമ്മ, ഇങ്ങനെ ഒരു ഫുൾ ചില്ലമ്മ, അങ്ങനെ ഒരു സാധനം. അത് ശരിക്കും ഞാൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ബിന്ദു ചേച്ചി ഇത് എങ്ങനെയായിരിക്കും ചെയ്യുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ മമ്മൂക്കയുടെ കാര്യത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരുടെ കാര്യത്തിന് കൂടുതൽ ആലോചിച്ചു. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു ഇതില് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് കാരണം ഐ വാസ് ലൈക്ക്, എങ്ങനെ ഈ ചിൽ സാധനം പുള്ളിക്കാരെ എങ്ങനെ പിടിക്കും, ഈ റീലൊക്കെ
അങ്ങനെയൊക്കെ ഭയങ്കര ഇത് കാണിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണല്ലോ പുള്ളിക്കാരുടെ. അപ്പൊ അത് പക്ഷേ പുള്ളിക്കാരി നല്ല ഭംഗിയിൽ ചെയ്തു. ചില കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ നല്ല രീതിയിൽ. ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. അത് പറയുന്നില്ല, ഞാനിങ്ങനെ ഇതേ വരും, എനിക്ക് പറയാൻ വരും, എന്നിട്ട് പറയാൻ പാടില്ലല്ലോ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒതുക്കുക. ഓക്കെ, അത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിന്ദു ചേച്ചി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഞ്ജന സട്ടിലായിട്ട് ആ ഒരു ബോൾഡ് സാധനം കഴിയുന്നത് സട്ടിലായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. എനിക്ക് അതും ഇഷ്ടപ്പെട്ടു. അഞ്ജനയുടെയും നിരഞ്ജനയാണെങ്കിലും നിരഞ്ജനയുടെ ഇമോഷണൽ സീൻസ് ഒക്കെ ആണെങ്കിലും നിരഞ്ജന നല്ലോണം ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശബരീഷ് ചേട്ടനാണെങ്കിലും ഇപ്പൊ ആള് നല്ല രീതിയിൽ എനിക്ക് ചെയ്തിട്ട് ചില എക്സ്പ്രഷൻസ് ഒക്കെ പുള്ളിക്കാരൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ചിലർക്ക് കോമഡി ഉണ്ടായിരുന്നു, ചിലർക്ക് കോമഡി ഇഷ്ടപ്പെട്ടില്ല, കോമഡി പാർട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചിലർക്ക് വില്ലനെ കുറച്ചുകൂടെ വലുതാക്കാമെന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ആക്ടറെ കൊണ്ടുപോകുന്ന മ്യൂസിക്കും സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇന്നർ ലെയേഴ്സ് എവിടെയൊക്കെ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ചിലർക്ക് ഈ പോലീസ് സ്റ്റേഷനകത്തുള്ള ഫൈറ്റ് അത് സൂപ്പറാണെന്ന് പലരും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തും ഒരു സമ്മിശ്ര പ്രതികരണം വരുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇത് കിട്ടിക്കഴിഞ്ഞവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പടക്കം പൊട്ടും പോലെ സാധനം വരുന്നു എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ഈ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ചില സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ പോലെ തന്നെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല, പക്ഷെ സാധനം ടെമ്പോ എന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഈ വണ്ടി എന്താ സംഭവിച്ചേക്കണെന്നൊക്കെ 2 ഷോട്ടാണോ 3 ഷോട്ടാണോ 4 ഷോട്ടാണോ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് സാധനം വരുന്നുണ്ട്. ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഐഡിയ എവിടെയാ വരുന്നത്, എന്തെങ്കിലും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ. പിന്നെ നമ്മൾ ചോദിക്കും ഏറെക്കുറെ. പക്ഷെ നമ്മളിങ്ങനെ അടുത്തടുത്ത് എപ്പോഴും എന്നും ഓരോ വണ്ടിക്കേറ്റ് വിടും. നമ്മളിങ്ങനെ ആ ഷോട്ട് ഈ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് വണ്ടിക്കേറ്റ് വിടും. നമുക്ക് തന്നെ അറിയത്തില്ല ഏത് ഭാഗത്താ വരുന്നത് അങ്ങനെയൊക്കെ. ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് വലിയ ഇടിയില്ലായിരുന്നു. ഇപ്പൊ ഇറങ്ങിയപ്പോ പോലും എനിക്ക് പോലും മനസ്സിലാവണില്ല ഇത് എവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് എന്തൊക്കെ എന്നൊക്കെ. ഈ സിനിമയെ കുറിച്ച് അധികം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഈ ലവ് ഔട്ട് ഓഫ് ഡെലിവറിക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് പേരെന്തായിരുന്നു? ലവ് ഔട്ട് ഫോർ ഡെലിവറി. ഔട്ട് ഫോർ ഡെലിവറി ആയിരുന്നു. ഉണ്ണി അസാധ്യ ആക്ടറാണ് കേട്ടോ. അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജിയോ ബേബിയുടെ സിനിമയില് ഫ്രീഡം ഫൈറ്റിനകത്ത് ഉണ്ണിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെബ് സീരീസ് കുറച്ച് ചെയ്തിട്ടുണ്ടല്ലേ ആമിന? ഞാൻ വെബ് സീരീസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചെയ്തിട്ടില്ല. വെബ് സീരീസും ഷോർട്ട് ഫിലിംസും ഞാൻ അധികം ചെയ്തിട്ടില്ല. 1-2 ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ചെയ്തത് കുറച്ച് നന്നായിട്ടുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്ന ഓക്കെ ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഞാൻ എടുത്തു നോക്കുകയാണെങ്കിൽ 1-2 കാണത്തുള്ളൂ. ഇപ്പൊ ലവ് ഔട്ട് ഫോർ ഡെലിവറി ഉണ്ട്, പിന്നെ മനോരമ മാക്സിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വെബ് സീരീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറെ എന്താ, പിന്നെ ഫെനി ചെയ്തു. മെയിൻ സ്ട്രീം ആപ്പിന് വേണ്ടിയിട്ട് ഫെനി ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഒരു കുട്ടിയുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഫൺ അങ്ങനത്തെ ഒരു റോം കോം സാധനമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സീരീസ് ആണ് ഞാൻ ചെയ്തത്. 1-2 ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ പേരിൽ ഒരുപാടുണ്ട് കേട്ടോ. സിനിമയും നിങ്ങളുടെ പേരിൽ ഒരുപാട് കിടപ്പുണ്ട്. അത് ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷം. ഫ്രീ ആയിട്ട് എനിക്ക് തരാണെങ്കിൽ ഞാൻ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇതിലും ചെയ്തിട്ടില്ല എന്ന് പറയാം. ബിക്കോസ് എന്റെ ഡീറ്റെയിൽസ് പോലും ഗൂഗിളിൽ ഫുൾ തെറ്റാ. എന്റെ ഏജ് തെറ്റാ, എന്റെ എല്ലാം തെറ്റാ. എനിക്ക് എന്താ വെജിറ്റേറിയൻ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ എന്തായിരുന്നു ഹിന്ദു, എന്റെ റിലീജിയൻ ഹിന്ദു, ഇങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ടാവത്തില്ലേ. അപ്പൊ അതിലിങ്ങനെ മറ്റേ റിലീജിയൻ, നെയിം, പ്ലേസ് തെറ്റാണ്, ഏജ് തെറ്റാണ്, എല്ലാം തെറ്റാ. ലൈക്ക് വെറുതെ എന്നെ കുറിച്ച് കാര്യമായിട്ട് ആർക്കും അറിയത്തില്ല. ഞാൻ ശരിക്കും ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഞാനൊരു 6 years ആയിട്ട് ഇപ്പൊ കൊച്ചി തന്നെയാണ് താമസം. അപ്പൊ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ആയത് കാരണം ജോലിയൊന്നും ചെയ്യുന്നില്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സിനിമയിലേക്ക് വന്നതാണ്. പിന്നെ അതിനുശേഷം തിരിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. ഇനി മുമ്പോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുക. പട്ടാപ്പകലുണ്ട്. പക്ഷെ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡ് ക്യാരക്ടർ ആണ്. എങ്കിൽ പോലും ആ ലീഡ് ക്യാരക്ടർ ഇപ്പൊ ഹീറോയിൻ ആണെങ്കിൽ പോലും ചില ഫിലിംസിൽ ഹീറോയിന് വലിയ പ്രസക്തി ഇല്ലല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻ സ്പേസ് പോലും ഉണ്ടാവില്ല. കൂടുതൽ ഒരു മെയിൽ ഡോമിനേറ്റഡ് സാധനമായിരിക്കും. ജസ്റ്റ് ഒരു പെയർ എന്നുള്ള രീതിയിൽ ഫീമെയിലിനെ കാണിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഇതിലുള്ളത്. അതിലെന്റെ മറ്റേ ഫുൾ എന്റെ അഭിനയം
കാണിക്കാൻ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല. ഉം. ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഇതാണ് ഒരു ആ കഥയില് അങ്ങനെ ഒരു ഫീമെയിൽസ് ഒരുപാട് ഇല്ലാത്ത ഒരു തരം സ്റ്റോറിയാണത്. അപ്പൊ അതിൽ എനിക്ക് കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് പട്ടാപ്പകലില് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും വർക്കിൽ ഉണ്ടോ? ഇനി ഇറങ്ങാൻ പോകുന്ന ടർക്കിഷ് തർക്കമാണ് വരാനുള്ളത്. അത് ലുക്മാന്റെ കൂടെ ലീഡായിട്ട് ചെയ്ത വർക്കാണ്. അപ്പൊ ഉം. അത് ശരിക്കും മെയില് റിലീസ് ആവേണ്ടതായിരുന്നു. പക്ഷെ കുറച്ച് ഇത് കാരണം അവര് മാറ്റി വെച്ചു. ഇത് മിക്കവാറും ജൂൺ ലാസ്റ്റ് ഓർ ജൂലൈ ആ ഒരു സമയത്തിലാണ് ഇപ്പൊ പറയുന്നത് റിലീസ്. ഇപ്പോഴും കൺഫേംഡ് അല്ല എപ്പോഴത്തേക്കാണ്. ബട്ട് ഒരു പാട്ട് ഇറങ്ങി, ഉള്ളം മറിഞ്ഞ വിളയെന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അത് ലിറിക്കൽ വീഡിയോ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിപ്പോ യൂട്യൂബില് തിങ്ക് മ്യൂസിക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പാട്ടാണ്, എനിക്കൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ഒരുപാട് നാളെ അങ്ങനെ ഒരു പാട്ടൊക്കെ വന്നിട്ട് അപ്പൊ അത് കുറച്ച് കേറും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ലിറിക്കൽ വീഡിയോ ആണ് അതിൽ ഇട്ടിട്ടുള്ളത്. ആക്ച്വലി സോങ്ങിലെ സീൻസ് ഇട്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലതാവും. ബിക്കോസ് സോങ് സീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, റഫ് കട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നല്ല രസമാണ്. അപ്പൊ അത് ആൾക്കാർക്ക് കണ്ടാൽ കുറച്ചുകൂടെ ഇഷ്ടമാവും തോന്നുന്നു. ലിറിക്കൽ വീഡിയോയിൽ നമുക്ക് അധികം ഇല്ലല്ലോ, ജസ്റ്റ് സിൽസ് വെച്ചിട്ട് മറ്റേ താഴെ വരികൾ എഴുതി കാണിക്കും, അത്ര ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു സീൻസ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടും. ബിക്കോസ് അതിൽ കുറച്ച് നല്ല സാധനങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ലുക്മാന്റെ റൊമാൻസ് വീണ്ടും കാണാൻ പറ്റും. ഈ അടുത്ത് തല്ലുമാലയ്ക്ക് ശേഷം ഞാൻ പിന്നെ കണ്ടത് അഞ്ചക്കള്ള കോക്കാനിലാണ് ലുക്മാനെ നന്നായിട്ട് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊമാൻസ് ഇടയ്ക്ക് ചെയ്യണം. ഇടയ്ക്കൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു, സുലൈഖ മൻസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ലുക്മാനെ അതൊക്കെ പിടിക്കാട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? അങ്ങനത്തെ റൊമാൻസ് ആണ് ശരിക്കും. റൊമാൻസ് എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങനത്തെ റൊമാൻസ് അല്ല, എനിക്ക് കൂട്ട് നല്ലൊരു മറ്റേ ഒരു ഷോർട്ട് ഗേൾ ടോൾ ഗൈ ആ സാധനം ഉണ്ട് ഇതില്. അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പൊ കുറച്ച് അങ്ങനത്തെ ഒരു സാധനം, ക്യൂട്ട് സാധനം അങ്ങനത്തെ ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ലെവൽ അങ്ങനത്തെ റൊമാൻസ് ഇല്ല, അങ്ങനത്തെ ഒരു സംഭവം. തല്ലും വഴക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമ ആയിരിക്കും അത് പറയാൻ പറ്റത്തില്ല. അത് ചിലപ്പോ ഉണ്ടാവും. അതിന് തർക്കം ഉണ്ടല്ലോ. അതെ തർക്കമുണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അതിനകത്ത് സാധ്യത ഉണ്ടാവും. അതെ അതിനൊക്കെ സാധ്യതയുണ്ട്, സ്കോപ്പ് ഉണ്ട്. അതെന്തായി പോയി. ഇപ്പൊ നമ്മള് ടർബോയിലേക്ക് തിരിച്ചു വന്നാല്, അതായത് ഇപ്പോഴും മമ്മൂക്കയുടെ പടം എന്ന് പറയുമ്പോൾ നമ്മള് എന്നാ പിന്നെ ഒന്ന് കണ്ടുകളയാം എന്ന് പറയുന്നില്ലേ? അപ്പൊ എന്റെ കൂടെ ഇരുന്ന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള അയാള്, എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപുകാരനാണ് പയ്യൻ. അപ്പം അയാളോട് ഫസ്റ്റ് ഹാഫില് ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോ ചോദിച്ചു എങ്ങനെയുണ്ട് പടം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഗൂസ് ബംസ് എന്ന് പറഞ്ഞില്ലേ? ആ സാധനം ഓക്കെയാണ്. കാരണം ഫസ്റ്റ് ഹാഫ് പലർക്കും അത്രയേറെ രസിച്ചില്ല എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ആ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ളൊരു സാധ്യതയില്ലേ, അത് ഉണ്ട് എന്ന് മനസ്സിലാക്കില്ല. സെക്കൻഡ് ഹാഫ് ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാണ് ഇയാളെ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം ഒരു പടവും കൂടെ നമുക്ക് മലയാളത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ? ആ ഒരു ഇപ്പോഴത്തെ ഒരു വിജയങ്ങളെ കൂടെ കാണൂ ടർബോയുടെ അടിസ്ഥാനത്തിൽ കൂടെ. ഇപ്പൊ ഭാഗമായിട്ട് നിക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവും. അത് വിജയിക്കുന്ന സിനിമ വരുമ്പോഴത്തേക്ക് സന്തോഷം, അത് പിന്നെ സന്തോഷം തന്നെയാണല്ലോ. പിന്നെ ടോട്ടൽ സിനിമകള് ഇപ്പൊ കുറച്ച് സിനിമകൾ വിജയിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇൻഡസ്ട്രിയെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത്. ഇൻഡസ്ട്രീനെ കുറിച്ച് എന്താണ് ഇപ്പൊ തോന്നുന്നതെന്ന്. ഓക്കെ, ഇൻഡസ്ട്രി എന്തായാലും ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നല്ല ഇപ്പോഴാണെങ്കിലും ഒരുപാട് നല്ല സിനിമകൾ അത്യാവശ്യം വിജയിച്ച ആൾക്കാർ ഇപ്പൊ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്നുണ്ട്. ഒരിടയ്ക്ക് അത് ഭയങ്കര പ്രശ്നമായിരുന്നു, ആൾക്കാർ മലയാളികൾ പോയി മലയാള സിനിമ തിയേറ്ററിൽ കാണുന്നില്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇല്ല. ബിക്കോസ് നല്ല പടങ്ങൾ വരുന്നുണ്ട്, ഈ ഇടയ്ക്ക് ഇറങ്ങിയ എല്ലാം നല്ല പടങ്ങളാണ്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഇൻഡസ്ട്രിയുടെ വളർച്ച തന്നെയാണ്. അതുപോലെ ഓഡിയൻസ് അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നതുകൊണ്ടും കൂടെയാണ് അത് വിജയമാവുന്നത്. അപ്പം അവരുടെ ഒരു നല്ല മനസ്സും പിന്നെ നല്ല വർക്ക്സ് ഇതേപോലെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആൾക്കാർ കൊടുക്കുന്നതുകൊണ്ടും കൂടെയാണ്, അത് കോംപ്ലിമെന്റ് ചെയ്യുന്നത് കാരണമാണ് നല്ല വർക്ക് വരുന്നത്. ഇനി നല്ല രീതിയിൽ ഇങ്ങനെ പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെയ്യാൻ പറ്റില്ല. മനസ്സിലിരിക്കുന്ന മോഹങ്ങൾ എന്തൊക്കെയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ മോഹങ്ങൾ കുറെ ഉണ്ട്. സത്യം രണ്ടെണ്ണം പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും മോഹങ്ങൾ പറയുന്നതിനേക്കാളും നമ്മൾ അവിടെ എത്തിയിട്ട് എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, നൗ ഐ എം ലിവിങ് ഇറ്റ് എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്തായാലും എല്ലാ ആക്ടേഴ്സിനെയും പോലെ എനിക്കും നല്ലൊരു ആക്ടർ ആവണം, അത്യാവശ്യം ആൾക്കാർ സ്വീകരിച്ച് ഇത് കൊള്ളില്ല അങ്ങനെ ഒരു രീതിയിൽ പോകരുത്,
എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണേലും അത് നന്നായി ചെയ്തു, അതിന്റെ ഒരു ഭാഗം നന്നായി ചെയ്തു എന്ന് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഇതിന്റെ മേളിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇതിനനുസരിച്ച് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിന്ന് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ക്രിറ്റിസിസംസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അത് അനലൈസ് ചെയ്ത് എനിക്കിപ്പോ എങ്ങനെയായിരുന്നു ഇതിൽ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നോ, എങ്ങനെ ഇത് ബെറ്റർ ആക്കാൻ ആയിരുന്നു, അല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എങ്കിൽ ഇനി വേറൊരു ക്യാരക്ടർ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതിൽ എന്ത് വർക്ക് ചെയ്യാൻ പറ്റും, എങ്ങനത്തെ തരം ക്യാരക്ടേഴ്സ് ഞാൻ ഇനി ചെയ്യണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നിട്ടും കാര്യമില്ല. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നാലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇരുന്ന് ചിന്തിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ്, ഇപ്പൊ എന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്ത് ഒരു കുറച്ചും കൂടെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആക്ടർ ആവണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ അത് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എത്തിച്ചേർന്നാൽ എനിക്ക് അങ്ങനെ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ഈ പടം വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വരും. അത് മുതലെടുക്കുക. ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എങ്ങനെ മുതലെടുക്കുന്നു എന്നുള്ള സ്ഥലത്താണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. എന്തായാലും നല്ല ആക്ട്രസ് ആയിട്ട് അല്ലെങ്കിൽ ആക്ടറായി മാറട്ടെ. താങ്ക് യു. നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞത്.